പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പരിരക്ഷ. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കനിമൊഴി കരുണാനിധി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, N പ്രഭാകരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗോവ. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജിം കോർബറ്റ്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാർലി. പരുത്തി, ചണം, ചോളം ഇതെല്ലാം ഖാരിഫ് വിളയിൽ ഉൾപ്പെടുന്നവയാണ്. മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ക്ലൈവ്. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം തുഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭാഷ അറബിയാണ്. അറബിയിലാണ് ഈ തുഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1919 ഏപ്രിൽ 13. ആസാദി ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സിംഗപ്പൂർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇന്ത്യയും ചൈനയും. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 16ാമത് P കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് വിജയകൃഷ്ണൻ. ഭരണഘടന ഉറപ്പ് നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. നിയമത്തിന്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 21-ാം അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 32-ാം അനുച്ഛേദം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2008. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നെലംബോ ന്യൂസിഫറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 5. ചെയർമാൻ ഉൾപ്പെടെയാണ് 5. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മലനാട്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പൊന്നാനി കനാൽ, മലപ്പുറം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോട് കൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ 5. കേരളത്തിലെ 2ാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇടുക്കി. KECB സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ് 1957 മാർച്ച് 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കാറ്റ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മിതവാദി. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകയായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ. തിരുനാൾ കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയത് IK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പേരാൽ.
പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 12 മുതൽ 18 വരെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 43 ജോഡി. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂറോക്രോം. പേശീകമലത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ? ആൻസർ ഓപ്ഷൻ സി ആണ് തൈറോക്സിൻ. വിറ്റാമിനുകളെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 2. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്? ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം? ആൻസർ ഓപ്ഷൻ എ ആണ് കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് മെർക്കുറിക് ഓക്സൈഡ്. ഈ 80 GK ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ എക്സാമിനുണ്ടായിരുന്നത്. താങ്ക് യു.